തമ്പനയില് നിങ്ങൾ കണ്ട പോലെ തന്നെ സ്വന്തം മകളെ കടന്നു പിടിച്ച ഒരു അച്ഛൻ്റെ കഥയാണ് കേട്ടത്. സംഭവം നടക്കുന്നത് മധുരയിലാണ്. മധുരയിൽ നിന്നുള്ള ഉഷാറാണിയുടെ ജീവിതം. സ്വന്തം മകളുടെ അഭിമാനം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോരാടിയ ഒരു അമ്മയുടെ ധീരായ കഥയാണിത്. 18-ാമത്തെ വയസ്സിൽ പ്രതീക്ഷകളോടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഉഷയ്ക്ക് ദുരിതപൂർണമായ ഒരു ഭാവിയാണ് ഭർത്താവ് നൽകിയത്. മദ്യത്തിനും അനാശാസ്യങ്ങൾക്കും അടിമപ്പെട്ട അയാൾ കുടുംബത്തെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയും 4 മക്കളെയും ഉഷയെയും നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തു. എങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഉഷ എപ്പോഴും അത് സഹിച്ചു. പലപ്പോഴും ഭർത്താവ് ഉഷയുടെ ബന്ധങ്ങളെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തു. MFൽ ബിരുദധാരിയായ തൻ്റെ സഹോദരനെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഭർത്താവിൻ്റെ സഹോദരിയായിട്ട് വിവാഹം കഴിപ്പിക്കാനുള്ള അയാളുടെ ആവശ്യം ഉഷ ശക്തമായിട്ട് എതിർത്തു. എനിക്ക് വന്ന ഗതി എൻ്റെ അനിയന് വരരുത് എന്ന നിലപാടിൽ ഉറച്ചുനിന്ന ഉഷ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി. എങ്കിലും ഭർത്താവ് ആ നീക്കത്തിൽ നിന്നും പിന്മാറി. പിന്നീട് 14 വയസ്സുള്ള മൂത്ത മകളെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് വിവാഹം കഴിപ്പിക്കാൻ ഭർത്താവ് ശ്രമിച്ചു. അതിനെതിരെ ഉഷ അതിശക്തമായി പ്രതികരിച്ചപ്പോൾ ഭർത്താവ് മകളുടെ പഠനം നിർത്തിച്ചു. എന്നാൽ ഉഷ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. സ്കൂൾ അധികൃതരുടെ സഹായത്തോടെ മകളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനിടയിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ചേർന്ന് ഉഷയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അവരുടെ 2 കാലുകളും തല്ലിയൊടിച്ചു. അയൽക്കാരാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് ഇളയ മകൻ അമ്മയുടെ ദുരിതകഥ പോലീസിനോട് വെളിപ്പെടുത്തി. തുടർന്ന് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ഭർത്താവുമായിട്ട് ഇനിയൊരു ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ച ഉഷ മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് വിവാഹമോചനത്തിന് സ്വന്തം ആഭരണങ്ങൾ തിരികെ ലഭിക്കുന്നതിനും നിയമ നടപടികൾ ആരംഭിച്ചു. അതേസമയം ഉഷയെ മാനസികമായി തളർത്താൻ ഭർത്താവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം പോലീസിൽ വ്യാജ പരാതി നൽകുകയും ഉഷ ഒരു മോശം സ്ത്രീയാണെന്ന് നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ മധുര സർക്കാർ ഉഷയ്ക്ക് ഒരു സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകി. അർപ്പണബോധവും കഴിവും കാരണം അവർക്ക് മുന്നിൽ പുതിയൊരു വഴികൾ തുറന്നു. പിന്നീട് തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിൻ വിഭാഗം മേധാവിയായിട്ട് ഉഷ ജോലി നേടി. മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുത്ത ഉഷയെ തേടിയിട്ട് ആ ദുരന്തം വീണ്ടും വന്നു. വഴിവിട്ട ബന്ധങ്ങളുടെ രോഗിയായി മാറിയ ഭർത്താവ് മാപ്പ് പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ വന്നു. മക്കളുടെ നിർബന്ധപ്രകാരം ഉഷ അയാളെ വീട്ടിൽ താമസിപ്പിച്ചു. എന്നാൽ ഒരു പകപോക്കലിനുള്ള അവസരമായിരുന്നു അത്. എയ്ഡ്സ് രോഗിയായ അയാൾ വീണ്ടും ഉഷയെ ശല്യം ചെയ്യാൻ തുടങ്ങി. അയാളുടെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ ഉഷ അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അന്ന് രാത്രി അയാൾ തിരികെ വന്ന ഉഷയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഉഷ വഴങ്ങാതെ വന്നപ്പോൾ അയാൾ അലറി വിളിച്ചു, "നീ വന്നില്ലെങ്കിൽ വേണ്ട, നിന്റെ മോളാണെങ്കിലും മതി." എന്നിട്ട് അയാൾ 14 വയസ്സുള്ള സ്വന്തം മകളെ മുറിയിലേക്ക് വലിച്ചിഴച്ച് വാതിലടച്ചു. മകളുടെ കരച്ചിൽ കേട്ട ഉഷ ഭ്രാന്തിയെ പോലെ ഒരു അലറി വിളിച്ചു. കയ്യിൽ കിട്ടിയ മകന്റെ ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് വാതിൽ തല്ലി പൊളിച്ച് അകത്തേക്ക് കയറി. തന്റെ മകളുടെ അഭിമാനം സംരക്ഷിക്കാൻ ക്രൂരനായ ഭർത്താവിനെ അവരെ അടിച്ചടിച്ചു കൊന്നു. അതിനുശേഷം പോലീസിന് കീഴടങ്ങുകയും ചെയ്തു. കൊലപാതകത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിയ കോടതി ഉഷയെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. സ്വയം രക്ഷയ്ക്കായി നടന്ന ഒരു കൊലപാതകമായി കോടതി ഇതിനെ വിലയിരുത്തി. പിന്നീട് ഉഷ തന്റെ ജീവിതം മുഴുവൻ മക്കൾക്കായിട്ട് സമർപ്പിച്ചു. അവർ ബിരുദാനന്തര ബിരുദം നേടി ബാങ്കിൽ ജോലിക്ക് കയറി. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. ഇന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുകയാണ് ഉഷാറാണിയും കുടുംബവും. സ്വന്തം മകളുടെ അഭിമാനം കാക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഈ അമ്മയ്ക്ക് നമ്മുടെയൊക്കെ ഒരു സല്യൂട്ട് വേണം. നിയമമാണ് എങ്കിലും ഇതും ഒരു തരത്തിലുള്ള പ്രതികരണമാണ് അല്ലേ? വീണ്ടും ഒരു പുതിയ കഥയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.